കെ.എം. മാണിയുടെ നാടകീയ നീക്കങ്ങളിൽ അടിതെറ്റി അപമാനിതനായി പി. ജെ. ജോസഫ്. ജോസഫിനെ വെട്ടി കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. പ്രവർത്തകരുടെ വികാരം മാനിച്ചാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന് കെ.എം. മാണി. കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക്, ഉത്തരവാദി കോൺഗ്രസ് തന്നെ. കോട്ടയം സീറ്റിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ സ്റ്റിയറിംഗ് കമ്മിറ്റി കെ.എം. മാണിയെ ചുമതലപ്പെടുത്തിയതിനു ശേഷം പി. ജെ. ജോസഫിനെ അപമാനിതനാക്കുന്ന നീക്കങ്ങളായിരുന്നു മാണി വിഭാഗത്തിന്റേത്. ജോസഫിനെതിരെ മാണി വിഭാഗത്തിന്റെ ശക്തി പ്രകടനമായിരുന്നു പാലായിൽ കണ്ടത്. പ്രവർത്തകരുടെ അഭിപ്രായം തേടിയ ശേഷം കെ.എം. മാണിയും ജോസ് കെ മാണിയും രഹസ്യ കേന്ദ്രത്തിലേക്ക് പോയി. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചവരുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിച്ചു. ഒടുവിൽ അനിശ്ചിതത്വത്തിന് വിരാമമിട്ട് തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. പ്രവർത്തകരുടെ വികാരം മാനിച്ചാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്ന് ചെയർമാൻ കെ.എം. മാണി വ്യക്തമാക്കി. പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ട് ആണ് ഞാൻ തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. നിയോജക മണ്ഡലങ്ങളോ ജില്ലയോ നോക്കിക്കൊണ്ടല്ല, കേരള കോൺഗ്രസ് ഓരോ കാലഘട്ടങ്ങളിലും യുക്തമായി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഇതും യുക്തം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇഷ്ടം പോലെ അല്ലല്ലോ. ഇതിനകത്ത് പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങളാണ് ഒരു നേതാവ് എപ്പോഴും അതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. അതനുസരിച്ച് ഞാൻ പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ടാണ് തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥി. ഇത് ഉൾക്കൊള്ളും, ഈ വികാരം ഉൾക്കൊള്ളും എന്ന് ഞാൻ കരുതുന്നു. എല്ലാം ഭംഗിയായും സുഗമമായും നീതിനിഷ്ഠമായും രമ്യമായും ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. പിന്നാലെ മാണി അനുകൂലികളും ജോസഫിനെതിരെ ആഞ്ഞടിച്ചതോടെ അപമാനിതനായ പി. ജെ. ജോസഫ് ഇനി കടുത്ത നടപടികളിലേക്ക് നീങ്ങിയാൽ കേരള കോൺഗ്രസ് മറ്റൊരു പിളർപ്പിലേക്കെത്തും. ഈ പിളർപ്പിന്റെയും ഉത്തരവാദി കോൺഗ്രസ് ആണെന്നുള്ളത് ചരിത്രത്തിന്റെ തനിയാവർത്തനം മാത്രം. ടി. പി. പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള കോൺഗ്രസ് എം പിളർപ്പിലേക്ക്. സീറ്റ് നിഷേധിച്ചതിനെതിരെ പി. ജെ. ജോസഫ് രംഗത്ത്. പാർട്ടി രീതി നിഷേധിച്ചു. കേട്ടുകേൾവിയില്ലാത്ത കാരണം പറഞ്ഞാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചത്. യു.ഡി.എഫിനും കേരള കോൺഗ്രസിലും തുടരുന്നത് സംബന്ധിച്ച് 2 ദിവസത്തിനകം തീരുമാനമെടുക്കുമെന്നും പി. ജെ. ജോസഫ്. ഇത് നീതിപൂർവമായ ഒരു തീരുമാനമല്ല. വളരെ അസാധാരണമായി ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥിയെ മണ്ഡലം പ്രസിഡന്റുമാരെ വിളിച്ചു ചേർത്ത് അഭിപ്രായം എടുക്കുക എന്നുള്ളത് കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ 2 സീറ്റ് എന്നുള്ളത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏത് സീറ്റിലാണെങ്കിലും മത്സരിക്കാൻ തയ്യാറാണ്. രാജ്യസഭാ സീറ്റ് ശ്രീ ജോസ് കെ മാണിക്ക് കൊടുത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു, കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റാണ് കൊടുത്തുകൊണ്ട് അതൊരു സീറ്റായി കണക്കാക്കണം. 2ാമത് കോട്ടയം. ഏത് സീറ്റിലാണെങ്കിലും അടുത്ത ക്ലെയിം ഞങ്ങൾക്കാണ് എന്നുള്ളതിൽ വർക്കിംഗ് ചെയർമാൻ എന്നുള്ളതിൽ മത്സരിക്കുവാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. അത് അംഗീകരിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതിയത്. എല്ലാ ഘടകകക്ഷികളുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും അഭിപ്രായത്തെ അവഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. അത് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഒരു ഭൂരിപക്ഷമാണ് വെറുതെ മനസ്സിലാക്കാതല്ല. കോട്ടയം ജില്ലയിലെ വികാരം എന്ന് പറഞ്ഞാൽ ഒരു ജില്ല മാറി മത്സരിക്കാൻ പാടില്ല. ഇടുക്കിയിൽ തന്നെ പി. ജെ. കുര്യൻ, പി. സി. ചാക്കോ, കെ.എം. മാത്യു തുടങ്ങി ഇവിടെ വന്ന് മത്സരിച്ചിട്ടുണ്ട്. ഇത് വളരെ സാധാരണമായൊരു കാര്യമാണ്. ശ്രീ റോഷി അഗസ്റ്റിൻ തന്നെ കോട്ടയം ജില്ലയിലെ ആള് ഇടുക്കി വന്ന് മത്സരിക്കുന്നു. ആ ഒരു കാരണം പറഞ്ഞ് എൻ്റെ ഈ സ്ഥാനാർത്ഥിയെ നിഷേധിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അവലംബിച്ചത്. അതൊട്ടും ശരിയായിട്ടുള്ളതല്ല. അത് ആ മാനദണ്ഡം ഒരിക്കലും അംഗീകരിക്കപ്പെടുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് വരുന്ന കാര്യങ്ങൾ ഞാൻ യു.ഡി.എഫിൻ്റെ ഒരു ശക്തനായ ഏറ്റവും യു.ഡി.എഫിനോട് ചേർന്ന് പോകുന്ന ഒരാളാണ്. യു.ഡി.എഫിനെ സംരക്ഷിക്കാൻ പല നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യു.ഡി.എഫ് നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലാണ്. ഡൽഹിയിൽ നിന്നും അവർ മടങ്ങിയെത്തിയാൽ യു.ഡി.എഫ് നേതൃത്വവുമായി ആലോചിച്ച് അനന്തര പരിപാടികൾ രൂപീകരിക്കുന്നതാണ്. കോട്ടയത്ത് നോമിനേഷൻ കൊടുക്കുമോ? ഞാൻ യു.ഡി.എഫ് നേതാക്കളുമായി ആലോചിച്ചതിന് ശേഷമേ മറ്റു കാര്യങ്ങളെപ്പറ്റി പറയും. അല്ല, അത് ഈ മാനദണ്ഡം, അതായത് ജില്ല മാറി നിന്നുകൊണ്ട് ആ മാനദണ്ഡം ശരിയായിട്ടുള്ള
അതുകൊണ്ട് അത് തിരുത്താൻ അവർ തയ്യാറാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് UDF നേതാക്കളുമായി ആലോചിച്ചതിന് ശേഷം മറ്റു കാര്യങ്ങൾ അതെല്ലാം UDF നേതാക്കളുമായി ആലോചിച്ചിട്ടേ അനന്തര പരിപാടികൾ ഈ ഘട്ടത്തിൽ മത്സരിക്കാനുള്ള ആവശ്യത്തിൽ നിൽക്കുകയാണ്. ഇല്ല, അതിൻ്റെ അകത്ത് ഞാൻ അവരുമായിട്ട് ആലോചിച്ചതിന് ശേഷം ഫർദർ നടപടികൾ. അല്ല, ആ കാര്യങ്ങളെല്ലാം UDF നേതൃത്വവുമായി ആലോചിച്ചതിന് ശേഷമേ തീരുമാനിക്കൂ. UDF നേതാക്കൾ നേരത്തെ ഉറപ്പ് തന്നിരുന്നല്ലോ. സമീർ ചേരുകയാണ് വിവരങ്ങളുമായി. സമീർ, UDFുമായി തീരുമാനിച്ച ശേഷമേ അനന്തര നടപടികളെക്കുറിച്ച് താൻ ആലോചിക്കൂ എന്നാണ് PJ ജോസഫ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും പാർട്ടി പിളർപ്പിലേക്ക് പോകുന്നു എന്നതിന്റെ ഒരു പ്രതിധ്വനി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുമോ? തീർച്ചയായും PT തർക്കത്തിൽ പരാജയപ്പെട്ട PJ ജോസഫ് കടുത്ത അമർഷത്തിലാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ അക്കാര്യം വ്യക്തമാണ്. തീർത്തും അനീതിയാണ് അദ്ദേഹത്തോട് കാണിച്ചത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ UDFിൽ തുടരണമോ, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൽ ലയിച്ചതിനു ശേഷം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യങ്ങളും കൂടി വിലയിരുത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് പുറത്തു വന്ന് പഴയ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സജീവമാക്കേണ്ടതുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിക്കൊണ്ടാണ് UDF നേതാക്കളുമായി കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി ചർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലായിരുന്ന കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും ഇന്ന് തിരിച്ചെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്ന് ഈ പാർട്ടിയിൽ തുടരുന്നതും UDFിൽ തുടരുന്നതും സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന് വേണ്ടിക്കൊണ്ട് PJ ജോസഫ് ഇന്ന് വൈകിട്ടോടുകൂടി തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ട് നേതാക്കളുമായി ചർച്ച നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഫോണിലൂടെയുള്ള ബന്ധപ്പെടൽ നിരന്തരം അദ്ദേഹത്തിന് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അനന്യായ ചർച്ചകൾ സജീവമാണ്. പ്രധാനമായും കോൺഗ്രസ് നേതാക്കളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകിട്ടോട് കൂടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ, പുറപ്പുഴയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടില് മോഹൻ ജോസഫ് MLA, TU കുരുവിള തുടങ്ങിയിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിലെ പ്രമുഖർ എത്തിയിരുന്നു. രഹസ്യ യോഗം ചേർന്നിരുന്നു. അതുപോലെ തന്നെ ഇന്നും നേതാക്കൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി അണികളും PJ ജോസഫിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ കടുത്ത അമർഷമാണ് അനുയായികൾക്ക് ഇടയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ ഒരു അഭിപ്രായം മാനിച്ചുകൊണ്ട് PJ ജോസഫ് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് അനുയായികൾ പോകുന്നത്. അവരുടെ ഒരു ആവശ്യം അതാണ്. അക്കാര്യം PJ ജോസഫിനെ അണികൾ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്നും കോൺഗ്രസ് നേതാക്കളുമായി UDF നേതാക്കളുമായി ഉള്ള ചർച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ UDFിൽ തുടരുകയാണ് എങ്കിലും കേരള കോൺഗ്രസ് എമ്മിൽ തുടരേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് PJ ജോസഫ് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിനം കൂടിയാണ് ഇന്ന്. PJ ജോസഫ് കടുത്ത അമർഷത്തിലാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് UDFിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. PJ ജോസഫിനെ രാവിലെ മുതൽ തന്നെ പലരും ഇന്നലത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം അദ്ദേഹം പ്രതികരിച്ചു. മാധ്യമങ്ങളെ കണ്ട ശേഷം അദ്ദേഹം കടുത്ത അതിർത്തി അറിയിച്ച സാഹചര്യത്തിലാണ് തുടർച്ചയായി അദ്ദേഹത്തെ ഫോൺ മുഖാന്തരം ബന്ധപ്പെടുകയും അനുനയ ചർച്ചകൾ സജീവമാവുകയും ചെയ്തിരിക്കുന്നത്. സമീർ, ഇത് തന്നെയാണ് പാർട്ടി രീതി നിഷേധിച്ചു. താൻ UDFുമായി ചേർന്ന് പോകുന്ന, UDFിന് വേണ്ടി പല കാര്യങ്ങളും പല നടപടികളും സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഈ ഒരു സ്ഥാനം നിഷേധിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് PJ ജോസഫ് തുറന്നടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം കോൺഗ്രസ് ഇന്നലെ ചേർന്ന കേരള കോൺഗ്രസ് യോഗത്തിൽ വന്നതിന് പിന്നാലെ വലിയ ചർച്ചകളാണ് ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും നിർണായക യോഗങ്ങൾ നടക്കുന്നു. ഇന്നും വലിയ നിർണായക തീരുമാനങ്ങൾ പുറത്തു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തൊടുപുഴയിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി സമീർ സൂചിപ്പിച്ചു. എത്തരത്തിൽ കൂടുതൽ വലിയ ഇന്ന് തന്നെ ഉടൻ തന്നെ പല തീരുമാനങ്ങളും വരുമെന്ന് തന്നെ വേണ്ടേ പ്രതീക്ഷിക്കാൻ? അങ്ങനെ തന്നെ വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. പ്രത്യേകിച്ചും ഈ വിധത്തിൽ KM മാണി കഴിഞ്ഞാൽ ആ പാർട്ടിയിലെ മുതിർന്ന നേതാവായിട്ടുള്ള വർക്കിംഗ് ചെയർമാൻ കൂടിയായിട്ടുള്ള PJ ജോസഫിനോട് ഒരിക്കലും ആ പാർട്ടി കാണിക്കാൻ പാടില്ലാത്ത നിലപാടാണ് സ്വീകരിച്ചത്. പാർലമെന്ററി പാർട്ടി യോഗം ഏകദേശം PJ ജോസഫിനെ സ്ഥാനാർത്ഥി ആക്കും എന്നുള്ള വിധത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരുന്നു. ഏകദേശം ധാരണയിലേക്ക് എത്തിയിരുന്നു. പിന്നീട് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുകയും അതിൽ PJ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കരുത് എന്നുള്ള ആവശ്യമുയർന്നു. പിന്നീട് ജില്ലാ പ്രസിഡന്റുമാരുടെയും മണ്ഡലം പ്രസിഡന്റുമാരുടെയും യോഗം KM മാണിയുടെ വീട്ടിൽ വിളിച്ചു കൂട്ടിക്കൊണ്ട് PJ ജോസഫിനെ തഴയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീടും അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ്
സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് ലഭിച്ച ഏക സീറ്റിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും സ്ഥാനാർത്ഥി ആര് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള അറിയിപ്പ് വർക്കിംഗ് ചെയർമാൻ എന്ന നിലയിൽ പി ജെ ജോസഫിനെ അറിയിക്കേണ്ടതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു അറിയിപ്പും നൽകാതെ പൊടുന്നനെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും അങ്ങനെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമാണ് കെ എം മാണി ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് പി ജെ ജോസഫിനോടും അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവരോടും കാണിച്ച അങ്ങേയറ്റത്തെ അവഗണനയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം അവഗണന സഹിച്ചുകൊണ്ട്, അവഹേളനം സഹിച്ചുകൊണ്ട് ഇനി ഈ പാർട്ടിയിൽ തുടരേണ്ടതില്ല എന്നുള്ള നിലപാടാണ് അനുയായികൾക്കെല്ലാം തന്നെ ഉള്ളത്. ആ ഒരു നിലപാടിനോട് തന്നെയാണ് പി ജെ ജോസഫിനും ഒരു നിലപാടുള്ളത്. പക്ഷേ അത്തരം കാര്യങ്ങളിലേക്ക് ഒരു കടുത്ത തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് UDF നേതാക്കളുമായി ചർച്ച ചെയ്യും, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും അത്തരം ഒരു നടപടികളിലേക്ക്, അത്തരം ഒരു തീരുമാനങ്ങളിലേക്ക് പോവുക എന്നാണ് പി ജെ ജോസഫ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉള്ളത്, ഒരു പക്ഷേ ഇടുക്കി സീറ്റിൽ UDFന് ഇപ്പോൾ കോൺഗ്രസിന്റെ മണ്ഡലമാണെങ്കിലും അവർക്ക് ഈ ഒരു കേരള കോൺഗ്രസ് എമ്മിന്റെ പിളർപ്പ് ഒഴിവാക്കാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് കേരള കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇടുക്കി സീറ്റിൽ പി ജെ ജോസഫിനെ മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യത തേടുന്നു. പക്ഷേ അതിൽ കടുത്ത അമർഷമാണ് ഇടുക്കി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കും യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും ഉള്ളത്. ഇങ്ങനെ ഘടക കക്ഷികൾക്ക് വേണ്ടി കോൺഗ്രസ് ത്യാഗം ചെയ്യുമ്പോൾ അത് ഇല്ലാതാക്കുന്നത് കോൺഗ്രസിനെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകരുത് എന്ന് ജില്ലാ നേതൃത്വം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിന്റെയും മറ്റ് UDFന്റെ നേതാക്കൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ദില്ലിയിലായിരുന്നു. ഇന്ന് അവർ തിരിച്ചെത്തുന്നുണ്ട്. ആ തിരിച്ചെത്തിയ ശേഷം അവരുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം UDFിൽ തുടരുന്നത് സംബന്ധിച്ചും കേരള കോൺഗ്രസ് എമ്മിൽ തുടരുന്നത് സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം താൻ കൈക്കൊള്ളും. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നാണ് പി ജെ ജോസഫ് പ്രതികരിക്കുന്നത്. എന്തായാലും വലിയ ഒരു അമർഷത്തിലാണ് അദ്ദേഹം. നീതി നിഷേധിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്നോളം കേട്ടുകേൾവിയില്ലാത്ത കാരണം പറഞ്ഞുകൊണ്ടാണ് തനിക്ക് സ്ഥാനാർത്ഥിയാവാനുള്ള അവസരം നിഷേധിച്ചത്. അത് ഒരിക്കലും താൻ പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല, കെ എം മാണിയിൽ നിന്ന് പ്രതീക്ഷിച്ചതല്ല. അത്തരത്തിൽ തന്നെ ഒതുക്കിയ, തന്നെ തഴഞ്ഞ ആ ഒരു നിലപാടിൽ വ്യക്തമായിട്ടുള്ള പ്രതിഷേധം അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പാർട്ടി തിരുത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഈ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചോളം ഏറെ നാളുകൾ നീണ്ടുനിന്ന ചർച്ചയ്ക്കൊടുവിലാണ്. അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ പല ഇടങ്ങളിലായി പലപ്പോഴായി നടന്നു. അതിന്റെ എല്ലാം പുറത്താണ് പാർലമെന്ററി കമ്മിറ്റി യോഗവും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗവും അതിനുശേഷം ജില്ലാ പ്രസിഡന്റുമാരുടെയും മണ്ഡലം പ്രസിഡന്റുമാരുടെയും യോഗം ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ തോമസ് ചാഴികാടനെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ഇന്നലെ വൈകിട്ടോടുകൂടെ പ്രഖ്യാപിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ ഇനി സ്ഥാനാർത്ഥിയെ മാറ്റാനുള്ള ഒരു സാധ്യത വിരളമാണ്. പ്രത്യേകിച്ചും ജോസ് കെ മാണിയും നിഷ ജോസ് കെ മാണിയും ഒക്കെ തന്നെ ശക്തമായിക്കൊണ്ട് പി ജെ ജോസഫിനെ എതിർക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇനി കെ എം മാണിയും മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ട് തന്നെ പി ജെ ജോസഫിന്റെ അത്തരം ഒരു പ്രതീക്ഷകൾക്ക് ഇനി ഒരു പ്രസക്തിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ കടുത്തൊരു തീരുമാനമായിട്ട് പി ജെ ജോസഫിനെ മുന്നോട്ട് പോകേണ്ടി വരും. അണികളുടെ വികാരം മാനിച്ചുകൊണ്ടാണ് എങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. പഴയ ജോസഫ് ഗ്രൂപ്പ് പൊടി തട്ടിയെടുത്തുകൊണ്ട് അത് സജീവമാക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് വരും. അല്ലാതെ ഈ ആത്തും തുപ്പും ഏറ്റുകൊണ്ട് ഇനി ഈ പാർട്ടിയിൽ തുടരേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടാണ് അണികൾക്ക് ഇടയിൽ നിന്ന് ശക്തമായി തന്നെ ഉയരുന്നത്. അക്കാര്യം പലരും പി ജെ ജോസഫിനെ അറിയിച്ചിട്ടുമുണ്ട്. സമീർ, അത് തന്നെയാണ്. എന്തായാലും കോൺഗ്രസിനെ വലിയ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ വേണ്ടി വന്നാൽ കേരള കോൺഗ്രസ് എം പ്രശ്നത്തിൽ വേണ്ടി വന്നാൽ ഇടപെടുമെന്ന് ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ കൂടുതൽ നേതാക്കൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പ്രശ്നമില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാനായി ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ സന്നദ്ധ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതാക്കളുമായിക്കൊണ്ട് പ്രത്യേകിച്ചും കെ എം മാണിയുമായിട്ടോ പാർട്ടി ചെയർമാൻ കെ എം മാണി, വൈസ് ചെയർമാൻ ജോസ് കെ മാണി തുടങ്ങിയവരുമായിട്ടൊന്നും തന്നെ ഒരു പ്രത്യക്ഷ ചർച്ചയ്ക്ക് പി ജെ ജോസഫ് തയ്യാറല്ല. ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും ചർച്ച നടക്കണം എന്നുണ്ടെങ്കിൽ UDF കൺവീനർ ബെന്നി പോലെ അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവരുമായിക്കൊണ്ടായിരിക്കും പി ജെ ജോസഫ് ചർച്ച നടത്തുക. ആ ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ കെ എം മാണിയുമായിട്ടോ ജോസ് കെ മാണിയുമായിട്ടോ ഇനി പി ജെ ജോസഫ് ഒരു ചർച്ചയ്ക്ക് പോവുകയുള്ളൂ. കാരണം ഇത് സംബന്ധിച്ച് പാർലമെന്ററി കമ്മിറ്റി യോഗത്തിൽ പി ജെ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നതാണ്.
പിന്നീടാണ് മലക്കമറിയുകയും പി ജെ ജോസഫിനെ തഴയുകയും ചെയ്തത്. അത് തീർത്തും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലായിരുന്നു അത്തരത്തിലുള്ള തീരുമാനം. അവിടെ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അവിടെ കെ എം മാണിക്കും അതോടൊപ്പം ജോസ് കെ മാണിക്കുമാണ് അവിടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ അംഗബലം കൂടുതൽ. അതിന്റെ ഒരു പ്രാധാന്യം, അതിന്റെ ഒരു ആധിക്യം കാരണമാണ് പി ജെ ജോസഫിന്റെ സ്ഥാനത്ത് നിന്നും നിഷേധിക്കപ്പെടുകയും പിന്നീട് അതിനെ ഒരു കാരണം കണ്ടെത്തണം പി ജെ ജോസഫിനെ തടയാൻ. അത്തരത്തിലുള്ള ഒരു കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിക്കൊണ്ടാണ് മണ്ഡലം പ്രസിഡന്റുമാരുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗം പാലായിലെ വീട്ടിൽ കെ എം മാണി വിളിച്ചു ചേർത്തത്. ആ യോഗത്തിൽ വെച്ചുകൊണ്ടാണ് പി ജെ ജോസഫിനെ ഇതുവരെ കേരള കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടില്ലാത്ത കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തള്ളി മാറ്റുന്നത്. പ്രത്യേകിച്ചും പി ജെ ജോസഫ് തന്നെ സൂചിപ്പിച്ചു, ഇടുക്കി ജില്ലക്കാരനെ ആയതുകൊണ്ട് മാത്രം കോട്ടയത്ത് തനിക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന അത് കേരള കോൺഗ്രസിനകത്ത് ഇതുവരെ ഉണ്ടാവാത്ത സംഭവമാണ്, കേട്ടുകേൾവില്ലാത്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു കാരണം പോലും ബോധിപ്പിക്കാതെയാണ് തന്നോട് ഇത്തരത്തിലുള്ള ഒരു അനീതി പാർട്ടി ചെയ്തിരിക്കുന്നത്. അത് വ്യക്തമാണ്. കേരള കോൺഗ്രസ് എം പിളർപ്പിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സീറ്റ് നിഷേധിച്ചതിനെതിരെ പി ജെ ജോസഫ് രംഗത്ത് വന്നു. പാർട്ടി രീതി നിഷേധിച്ചുവെന്നും കേട്ടുകേൾവിയില്ലാത്ത കാരണം പറഞ്ഞാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതെന്നും ജോസഫ് പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും വലിയ ചർച്ചകളാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും UDF-നെ സംബന്ധിച്ച് നിർണായകമായ ദിനം തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. വിശദാംശങ്ങളാണ് ഇടുക്കിയിൽ നിന്നും സമീർ നൽകിയത്. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് അഹമ്മദാബാദിൽ നടക്കും. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിലുൾപ്പെടെ സ്ഥാനാർത്ഥി നിർണയവും വൈകുന്നതിലും തർക്കം തുടരുന്നതിലും ഹൈക്കമാൻഡിന് അതൃപ്തി. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എപ്പോഴാണ് യോഗം ആരംഭിക്കുന്നത്? വിപുലമായ സജ്ജീകരണങ്ങളാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിനായി ഇപ്പോൾ കോൺഗ്രസ് ഒരുക്കിയിരിക്കുന്നത്. ഇത് ആദ്യമായി 56 വർഷത്തിന് ശേഷം ഇതാദ്യമായി നരേന്ദ്രമോദിയുടെ ജന്മസ്ഥലമുള്ള അഹമ്മദാബാദിൽ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരുന്നത്. രാവിലെ 9:30 കോൺഗ്രസ് നേതാക്കൾ സബർമതി ആശ്രമത്തിലെത്തും. അവിടെ സന്ദർശനവും പ്രാർത്ഥനയും കഴിഞ്ഞതിനു ശേഷം 10:30 സമ്മേളനം ആരംഭിക്കുക. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ആരംഭിക്കുന്നത്. പ്രവർത്തക സമിതി യോഗം നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ മ്യൂസിയത്തിലാണ്. അതിനുശേഷം 1:30 തൊട്ടടുത്തുള്ള ഗാന്ധിനഗർ മൈതാനത്ത് തന്നെ വലിയ പബ്ലിക് റാലിയും റോഡ് ഷോയും നിശ്ചയിച്ചിട്ടുണ്ട്. മുദ്രാവാക്യമായി ജയ് ജവാൻ ജയ് കിസാൻ എന്ന പേരിലുള്ള ഈ റാലിയിൽ, ഈ റോഡ് ഷോയിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ അണിനിരക്കുകയും ചെയ്യും. പ്രിയങ്ക ഗാന്ധി ആദ്യമായി കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പ്രകടന പത്രികയിലും ഒരു അന്തിമ തീരുമാനം ഇന്നത്തെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം നിശ്ചയിക്കും. ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഈ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകം തന്നെയാണ് ഇപ്പോൾ ചേരുന്ന ഈ യോഗം. അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ ചേരുന്ന ഈ യോഗത്തിൽ വെച്ച് തന്നെ ഹാർദിക് പട്ടേൽ കോൺഗ്രസിൽ ചേരും എന്നൊരു സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇപ്പോഴും ഒരു അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല. ഇന്നലെ ഇക്കാര്യത്തിൽ ചർച്ച നടത്താനായി കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേർന്നെങ്കിൽ പോലും തർക്കത്തെ തുടർന്ന് അന്തിമ ധാരണയിലെത്തിയില്ല. ഇന്നലെ ചേർന്നിരുന്നെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ് പ്രവർത്തക യോഗത്തിന് ശേഷം ഇത് പ്രസിദ്ധീകരിക്കാനായിരുന്നു കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതാണ് ഇപ്പോൾ ലക്ഷ്യം സാധിക്കാതെ പോയിരിക്കുന്നത്. അതിന്റെ അതൃപ്തി ഹൈക്കമാൻഡ് നേതാക്കൾക്കുണ്ട്. പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമാണെങ്കിൽ പോലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവരോട് ഹൈക്കമാൻഡ് ഇതിലെ അതൃപ്തി അറിയിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശരി, കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് അഹമ്മദാബാദിൽ നടക്കും. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കും. കേരളത്തിൽ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിലും തർക്കം തുടരുന്നതിലും ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. ഇതും യോഗത്തിൽ അറിയിക്കും. ഇതിന്റെ വിശദാംശങ്ങളാണ് സന്തോഷ് സർലിംഗ് നൽകിയത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി AM ആരിഫ് രംഗത്തു വന്നതോടെ KC വേണുഗോപാൽ മത്സരിക്കില്ലെന്ന് പറഞ്ഞ മണ്ഡലത്തിലേക്ക് അടൂർ പ്രകാശിന്റെ പോസ്റ്ററുകൾ വ്യാപകമാകുന്നു. ഇതൊരു വിഭാഗം പ്രവർത്തകർക്കിടയിൽ ഭിന്നത രൂക്ഷമാക്കിയിരിക്കുകയാണ്. ചർച്ച പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരം പോസ്റ്ററുകൾ രംഗത്ത് വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, സൂചിപ്പിച്ച പോലെ തന്നെ ചർച്ചകൾ പൂർത്തിയാകാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം അടൂർ പ്രകാശിന്റെ പോസ്റ്ററുകൾ ആലപ്പുഴ മുഴുവൻ പതിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന് പിന്നിലെ കാരണം? ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ്? പ്രിയ, ആലപ്പുഴയിലെ KC വേണുഗോപാൽ പിന്മാറിയ സാഹചര്യത്തിൽ ആരും മത്സരിക്കണമെന്നുള്ളത് സംബന്ധിച്ച് ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള അടൂർ പ്രകാശ് ആലപ്പുഴയിൽ മത്സരിക്കും എന്നുള്ള രീതിയിലുള്ള പോസ്റ്ററുകൾ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത്. എന്തായാലും ജില്ലാ
നേതൃത്വത്തിന്റെ, കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ അറിവോടെ അല്ല ഈ പ്രചരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരത്തിൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിന് വേണ്ടി ആരെയും നിയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല. നിലവിൽ ഷാനിമോൾ ഉസ്മാൻ, PC വിഷ്ണുനാഥ്, N ലിജു, A ഷുക്കൂർ അടക്കമുള്ള നേതാക്കളുടെ പേരുകളുണ്ട്. മുതിർന്ന ചില നേതാക്കളുടെ പേരുകളും പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊന്നും തന്നെ അടൂർ പ്രകാശിന്റെ പേരുകൾ ഇപ്പോഴും യാതൊരുവിധ ചർച്ചകൾക്കും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അത്തരമൊരു സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഇത് ഒട്ടിച്ചതാണോ എന്ന് വേണം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ആലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അടൂർ പ്രകാശിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നുള്ള രീതിയിലാണ് പോസ്റ്ററുകൾ ഇപ്പോൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും കരുനാഗപ്പള്ളി, കായംകുളം മേഖലകളിലാണ് ഇത് കൂടുതലായിട്ട് മണ്ഡിക്കുന്നത്. അടൂർ പ്രകാശിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന്റെ അനുഭാവികളാണ് ഇത്തരത്തിൽ ഒരു പ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് കോൺഗ്രസിലെ തന്നെ മറ്റൊരു വിഭാഗം ആരോപിക്കുന്നത്. എന്തായാലും KC വേണുഗോപാൽ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പോസ്റ്ററുകളും അതോടൊപ്പം തന്നെ ചുവരെഴുത്തുകളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. പിന്നീട് ആരിഫ് രംഗത്ത് വന്നതോടുകൂടിയാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ മറ്റ് ചുമതലകൾ ഇന്ത്യയിലുള്ളത് കൊണ്ട് തനിക്ക് ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മത്സരിക്കുന്നില്ല എന്ന വാദവുമായി അദ്ദേഹം പിൻവാങ്ങിയത്. ഈ സാഹചര്യത്തിലാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നതിന്റെ ഇപ്പോൾ മറ്റ് ചില സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ അടൂർ പ്രകാശ്. അടൂർ പ്രകാശ് പോസ്റ്ററുകൾ വരെ പതിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആലപ്പുഴ എത്തിക്കുന്നത്. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ മറ്റ് ജില്ലകളിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി ആവശ്യമില്ല, ആലപ്പുഴയുമായി അടുത്ത ബന്ധമുള്ളവർ തന്നെ മത്സരിക്കണമെന്നുള്ള ഒരു നിലപാടാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ. അത്തരത്തിലുള്ള ശുപാർശകളാണ് അവർ ഡൽഹിക്ക് നൽകിയിരിക്കുന്നത്. ഇതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ടാണ് ഇപ്പോൾ അടൂർ പ്രകാശ് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്ററുകൾ പറിച്ച് ആലപ്പുഴ ജില്ലയിൽ എത്തിയിരിക്കുന്നത്. ഷജാൻ, അത് തന്നെയാണ് ഇതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഈ ഒരു സീറ്റിൽ സ്ഥാനാർത്ഥിയെ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല, ആരാണെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇവിടെയാണ് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം തികച്ചും നമുക്ക് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് നേരത്തെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ KC വേണുഗോപാലിനെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ KCയുടെ ചുവരെഴുത്തുകളും മറ്റും സജീവമായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചത് തന്റെ അറിവോടെ അല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ അടൂർ പ്രകാശും ഇത്തരത്തിൽ തന്നെയാണ്, തന്റെ അറിവോടെ അല്ല എന്ന് തന്നെയാണ് പ്രതികരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.